ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ കാരണം മക്കളെ പഠിപ്പിക്കാൻ വിടാൻ സാധിക്കുന്നില്ല. അവർ എപ്പോഴും TV, മൊബൈലുമായി ഇരിക്കുകയല്ലേ. വെറുതെ സമയം കളയണ്ട. അടുത്ത ക്ലാസ്സിലേക്ക് ഉള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങിക്കോ. കുട്ടികളെ പഠിപ്പിക്കേണ്ട. സമഗ്ര സൈറ്റ് ഒരുക്കിയിരിക്കുന്ന അവധിക്കാല വിനോദങ്ങൾ എന്ന പരിപാടി പരിചയപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. വിനോദത്തിലൂടെ പഠിക്കട്ടെ. എങ്ങനെയാണെന്നല്ലേ പരിചയപ്പെടുത്തി തരാം. സമഗ്ര സൈറ്റിൽ കയറുക. അക്കൗണ്ടും വേണ്ട, ലോഗിനും ചെയ്യണ്ട. അവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. സമഗ്ര ഓപ്പൺ ചെയ്യുന്നതിന് നെറ്റ് ഓൺ ചെയ്യുക. അവിടെ അഡ്രസ് ബാറിൽ samagra.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. സമഗ്ര എന്ന പോർട്ടലിൻ്റെ ഫ്രണ്ട് പേജ് ലഭിക്കും. അവിടെ അവധിക്കാല സന്തോഷങ്ങൾ എന്ന ചിത്രം കാണാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എഡ്യൂടെയിൻമെൻറ്റ് എന്ന് ഒരു പുതിയ പേജ് തുടങ്ങിയതായിട്ട് കാണാൻ കഴിയും. അവധിക്കാല സന്തോഷങ്ങൾ അവിടെ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് 5 മുതൽ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലത്തേക്ക് ആവശ്യമായ അവധിക്കാല വിനോദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ എങ്ങനെയാണ് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 5ാം ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷ് എടുക്കുന്നു. ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ ആ ക്ലാസ്സിലത്തേക്ക് ആവശ്യമായ ഇംഗ്ലീഷിലെ കളിയാണിത്. വിനോദമാണ്. സ്റ്റോറീസ്. ഫ്രണ്ട്സ്, ഡു യു ലൈക്ക് സ്റ്റോറീസ്? ലെറ്റ് us ലിസൺ ടു എ സ്റ്റോറി. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ലല്ലോ. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ഈ കഥയൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇത് വലതു സൈഡിലോട്ട് പോകാൻ ഈ ചുവന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഈ പേജിലോട്ട് പോകാൻ സാധിക്കും. ഇവിടെ റിസോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ റിസോഴ്സ് നമുക്ക് നോക്കാം. നെറ്റ് നല്ല സ്ലോ ആണ്, ലോഡായി വരുന്നില്ല. Do you wake up on your own in the morning? Who helps you get up? This is the story of being. അപ്പോൾ ആ സ്റ്റോറി കുട്ടികൾ കാണട്ടെ. കണ്ടിട്ട് ഈ വർക്ക്ഷീറ്റ് കുട്ടികൾ തന്നെ ചെയ്യട്ടെ. ഇങ്ങനെ വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി കേട്ടതിന് ശേഷം കുട്ടികൾ തന്നെ അതിൻ്റെ ആൻസർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. അവർക്ക് നല്ല രസമായിരിക്കും. ലാസ്റ്റിൽ ചെക്ക് ചെയ്യാനുണ്ട്. ഞാൻ ആൻസറൊന്നും കൊടുത്തില്ല. കൊടുത്താൽ ആൻസറും കൂടെ വരും. ഇനി വീണ്ടും അടുത്ത് അതേപോലെ ചെയ്യാനുണ്ട്. കഥ കേട്ടാലേ ആൻസർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ വെറുതെ ഇരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവർ കഥ കേട്ട് കളിച്ച് പഠിക്കട്ടെ. ഇത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് മാത്രമല്ല 4ാം ക്ലാസ്സിലെ മക്കൾക്കും പ്രയോജനം ചെയ്യും. ഇനി വിഷയം മാറ്റണമെങ്കിൽ ചേഞ്ച് ടോപ്പിക്ക് കൊടുക്കുക. ഞാൻ 6ാം ക്ലാസ്സിൽ മലയാളം എടുക്കുന്നു. സെലക്ട് കൊടുക്കുക. സബ്മിറ്റ്. കാശ്മീർ താഴ്വരയിലെ 2ാമത്തെ വലിയ തടാകമാണ് ദാൽ തടാകം. അപ്പോൾ എല്ലാത്തിലും വീഡിയോ ഉണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം വർക്ക്ഷീറ്റ് കുട്ടികൾക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. 9ാം ക്ലാസ്സിൽ ഒരെണ്ണം നോക്കാം. സയൻസ് ഫിസിക്സ് എടുക്കാം. അതാണ് എനിക്കിഷ്ടം.
ആദ്യം വലിച്ചപ്പോൾ ബോട്ടിൽ മുന്നോട്ട് വീണു, രണ്ടാമത് വലിച്ചപ്പോൾ ബോട്ടിൽ ബാക്കിലോട്ട് വീണു. എന്താ വ്യത്യാസമെന്നുള്ളത് കുട്ടികൾ തന്നെ കണ്ടുപിടിക്കട്ടെ. വർക്ക്ഷീറ്റുണ്ട്, വർക്ക്ഷീറ്റ് നോക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട, സമഗ്ര സൈറ്റ് ഓപ്പണാക്കി കുട്ടികൾക്ക് കൊടുക്കുക. മക്കളെ വെറുതെ സമയം കളയാതെ കളിച്ച് ടി വിയും കണ്ട് നടക്കാതെ അവർ ഈ സമഗ്ര സൈറ്റിൽ കയറി വിനോദത്തിലൂടെ കളിച്ച് പഠിക്കട്ടെ. അവധിക്കാല സന്തോഷങ്ങൾ കുട്ടികൾ പങ്കിടട്ടെ. താങ്ക് യു വെരി മച്ച്. ഇത് നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇനി കുട്ടികളുടെ മൊബൈലിലെ കളി സമഗ്രയിലൂടെ ആവട്ടെ. കളിച്ചു കളിയിൽ കൂടി പഠിക്കട്ടെ. അവർ അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാവട്ടെ.